ഏവർക്കും എൻ്റെ വിനയ നമസ്കാരം. ഇന്ത്യൻ പീനൽ കോഡിലെ 302 വകുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമായിരുന്നു. എൻ്റെ ചെറിയ കാലത്ത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും അറിയാം IPC 302 വകുപ്പ് എന്താണെന്നും. 302 വകുപ്പ് എന്ന് പറയുന്നത് കൊലപാതകത്തിന് ഒരാൾ കൊലകുറ്റം ചെയ്താൽ അവരെ ശിക്ഷിക്കുന്ന വകുപ്പായിരുന്നുവെന്നും ആ വകുപ്പ് പ്രകാരം മറ്റൊരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതും അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കാവുന്നതും ഒപ്പം പിഴ കൂടി കിട്ടുന്ന കുറ്റമാണെന്ന് ഏവർക്കും അറിയാമായിരുന്നു. എന്നാൽ ഇന്ത്യൻ പീനൽ കോഡ് മാറി പകരം ഭാരതീയ ന്യായ സംഹിത നമുക്കിവിടെ വന്നിരിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ ഏത് വകുപ്പ് പ്രകാരമാണ് കൊലപാതകത്തിനുള്ള വകുപ്പ് ഏതാണെന്ന് പലർക്കും അറിയില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 103 വകുപ്പാണ് കൊലപാതകത്തിന് ശിക്ഷ വിധിക്കുന്ന വകുപ്പ്. ഈ വകുപ്പ് പ്രകാരവും ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ ജീവപര്യന്തം വരെ, അതായത് അവരുടെ ജീവാവസാനം വരെ തടവ് ശിക്ഷയോ അതല്ലെങ്കിൽ വധശിക്ഷയോ ഒപ്പം പിഴശിക്ഷയോട് വിധിക്കപ്പെടുന്ന ഒരു കുറ്റമാണ് ഭാരതീയ ന്യായ സംഹിതയിലെ 103 വകുപ്പ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു മനുഷ്യന് ക്ഷമയില്ലായ്മയിൽ നിന്നും അവൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിലാണ് പലപ്പോഴും പല കൊലപാതകങ്ങളും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ തൻ്റെ മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാതെ, സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ, സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ കഴിയാതെ ലഹരിക്കടിമപ്പെട്ടും പലരും കൊലപാതകം പോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ വികാരങ്ങളേക്ക് നിയന്ത്രിക്കുവാനും ഒപ്പം നമുക്കൊരു ക്ഷമാശീലം ഉണ്ടാകുകയും ഒപ്പം ലഹരി മരുന്നുകൾ ഉപയോഗിക്കാതിരുന്നാൽ ഒരു പരിധിവരെയെങ്കിലും ഇത്തരമുള്ള കുറ്റകൃത്യങ്ങൾ, തൻ്റെ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കപ്പെടേണ്ട അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കേണ്ടുന്ന ഒരു കുറ്റകൃത്യത്തിൽ നമുക്ക് മോചിതയാകാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ഷമാശീലവും വികാരങ്ങളെ നിയന്ത്രിക്കുവാനും ഒപ്പം ലഹരി മരുന്നിനുമൊക്കെ പോരാടുവാനും കഴിയട്ടെ. ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം.